17-18 വർഷമായി നമ്മൾ ഇതിനകത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ സാലറി ഓണർ ഇൻസെൻറ്റീവ് എന്നുള്ള ഇതിൽ ആണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സാലറി ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനോ അതാത് സമയങ്ങളിൽ അവർക്ക് ഫീസ് കൊടുക്കാനോ വീട്ടുവാടക കൊടുക്കാനോ കറണ്ട് ബില്ല് കൊടുക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം നമുക്ക് 3 മാസത്തെ കുടിശ്ശിക കടക്കുന്നു. കൊണ്ടുപോയി കോവിഡ് കാല പോരാളികൾ എന്നൊക്കെ പറഞ്ഞു ആരോളം പുകഴ്ത്തിയ ആളുകൾ ഈ തെരുവിലിങ്ങനെ കേരളം മുഴുവൻ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരും ജീവനക്കാരെയും ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്ന അപ്പോ ഈ സമരം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇന്ന് ഈ കുടുംബ സംഗമം നമ്മൾ പ്രഖ്യാപിച്ചു. ഈ വരുന്ന 20-ാം തീയതി കേരളത്തിലെ 27 ആശമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി വരികയാണ്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള സമര മുദ്രാവാക്യ വിളിയൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് അവരുടെ ആവശ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഇതിനൊരു ഭാരവാഹി പ്രതികരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് നമുക്ക് ഓണറിയം നിബന്ധനകളുണ്ട്. 10 നിബന്ധനകൾ ചെയ്താലേ നമുക്ക് ഓണറേറിയം കിട്ടത്തുള്ളൂ. 7000 രൂപ. അതിൽ കുറച്ച് 5 ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് മുഴുവനായി നമ്മളെ മാറ്റിയിട്ട് നമ്മളൊരു ശമ്പള സ്കീമിൽ ഞങ്ങളെ നിയമിക്കണമെന്നാണ് പറയുന്നത്. 17-18 വർഷമായി നമ്മൾ ഇതിനകത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ സാലറി ഓണർ ഇൻസെൻറ്റീവ് എന്നുള്ള ഇതിൽ ആണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സാലറി ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ 62 വയസ്സാകുമ്പോൾ ഇപ്പോൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയുള്ള അവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആ പിരിഞ്ഞു പോകുമ്പോൾ വെറുതെ ഈ 17 വർഷം ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകണം എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ 18 വർഷം കഷ്ടപ്പെട്ടിട്ട് 62 വയസ്സിൽ പിരിയുമ്പം ഒരു ആനുകൂല്യവും ഇല്ല. ഞങ്ങളുടെ ശക്തമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയെങ്കിലും തന്ന് ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയെങ്കിലും ഞങ്ങളെ തന്ന് മാത്രമേ ഞങ്ങളെ പിരിച്ചുവിടാവൂ എന്നുള്ള ഇതിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. കൂടാതെ പെൻഷനൊന്നും ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നതുവരെ ഒരു പെൻഷൻ്റെ കാര്യമോ ഒരു ESIയോ ഒരു ആനുകൂല്യം ഇല്ലാതെയാണ് നമ്മൾ രാപ്പകൽ എന്നില്ലാതെ പണിയെടുക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യം. ഈ 2 ആവശ്യത്തിനാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത്. പിന്നെ നമുക്ക് തരുന്ന പൈസ തന്നെ 2-3 മാസം കൂടുമ്പോഴാണ് ഇവിടെ നമുക്കത് കിട്ടുന്നത്. അത് പല വീട്ടിലും ഭർത്താക്കന്മാർ രോഗികളായവരുണ്ട്, ഭർത്താവില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, മക്കളെ പഠിപ്പിക്കണം, അമ്മമാരുടെ ചിലവ്. എൻ്റെ വീട്ടിൽ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ 3 രോഗികളാണ്. അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്, അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഇന്ന് ആഴ്ചയിൽ 2 വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന ഒരു വീട്ടിലാണ് ഞാൻ വരുന്നത്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്, അവരെയും പഠിപ്പിക്കണം. ഈ ഒരൊറ്റ വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എന്നെ പോലുള്ള ഒത്തിരി ആശമാർ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടി. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡാണ് മാനദണ്ഡം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ വേതനം നമുക്ക് ഉള്ളത് തുച്ഛമാണ് നമുക്ക് കിട്ടുന്നത്. അതിന് എല്ലാ മാസം 10-ാം തീയതിക്ക് മുമ്പെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ള മെയിനായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ഈ വിരമിക്കൽ ആനുകൂല്യം നമുക്ക് 5 ലക്ഷം രൂപയും കിട്ടണം. ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഈ സമരത്തിൽ മെയിനായിട്ട് ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങൾ. ഓണറേറിയം നിന്ന് കിട്ടുന്നതിന് പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കുക. കാരണം 10 മാനദണ്ഡമാണ് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മുടെ ഫുള്ളും നമ്മളെ മാനദണ്ഡം ഒഴിവാക്കിക്കൊണ്ട് 50 മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതാത് മാസങ്ങളിൽ ഞങ്ങൾ ഓണററിയും ഇൻസെൻറ്റീവും അതാത് മാസങ്ങൾ തരിക. 3-4 മാസം കഴിയുമ്പോൾ 1 മാസത്തെയോ 2 മാസത്തെയോ ഇൻസെൻറ്റീവ് വരുന്നു. പിന്നെ നമുക്ക് കുറേ നാൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സമരം ചെയ്താൽ മാത്രമേ അടുത്ത ഓണററിയം വരുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനോ അതാത് സമയങ്ങളിൽ അവർക്ക് ഫീസ് കൊടുക്കാനോ വീട്ടുവാടക കൊടുക്കാനോ കറണ്ട് ബില്ല് കൊടുക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം നമുക്ക് 3 മാസത്തെ കുടിശ്ശിക കടക്കുന്നു. ഈ 3 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 1 മാസത്തെ ഓണറേറിയം അല്ലെങ്കിൽ 1 മാസത്തെ ഇൻസെൻറ്റീവ് ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. വീണ്ടും നമ്മൾ 2-3 മാസം കഴിയുമ്പോഴായിരിക്കും അടുത്തത് നമുക്ക് വരുന്നത്. അപ്പം ഇതിൽ നിന്നുള്ളൊരു മോചനമാണ് നമുക്ക് ആവശ്യം.